ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു ഗ്രീൻ കളർ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ ചിക്കന് ഗ്രേവിക്ക് അനുസരിച്ച് വേണം സവാളയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 4 ചെറിയ അല്ലി വെളുത്തുള്ളി കൂടെ നല്ല ഫൈനായിട്ടൊന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടും കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി വരണം. അപ്പോൾ തക്കാളി സവാളയൊക്കെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പ് ഓഫാക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാൻ മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് ഈ ഒരു പച്ച കളർ കിട്ടുന്നത് ഈ ഒരു മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയിൽ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി വെള്ളമൊന്നും ഒട്ടും ഒഴിക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആ തൈര് മാത്രം മതി അരയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് വീണ്ടും. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം. എൻ്റെ അടുത്ത് പൊടിയില്ല, അതുകൊണ്ട് ഞാൻ കുരുമുളക് ചതച്ച് ചേർക്കുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചിക്കനിലേക്ക് ആ മസാലയൊക്കെ വരുന്നോടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് എല്ലാ സൈഡിൽ നിന്നൊന്ന് ആക്കി ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് 1 സെക്കൻഡും കൂടെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതിൻ്റെ പാല് പിഴിഞ്ഞതോ 1-ാം പാലാണ് കേട്ടോ, വേറൊരു പാലും എടുത്തിട്ടില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അല്ല പെട്ടെന്ന് അടിയിലോട്ട് പിടിക്കും. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് കട്ടി തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് പെട്ടെന്ന് ഇതായി പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മുടെ കറിയിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ചേർത്തേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് മല്ലിയിലയൊക്കെ അരക്കിയല്ലേ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താലും മതി. ഞാൻ എരിവ് കൂടി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.